എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൻ നിന്നെടുത്തിട്ടുള്ള GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ച തീയതി. ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ച തീയതി 1947 ഫെബ്രുവരി 20. 1947 ഫെബ്രുവരി 20 ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ച തീയതി. ക്ലാസിക്കൽ ഭാഷാ പദവി നൽകപ്പെട്ട ആദ്യ ഇന്ത്യൻ ഭാഷ. ക്ലാസിക്കൽ ഭാഷാ പദവി നൽകപ്പെട്ട ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴ്. തമിഴ് ഭാഷയാണ് ക്ലാസിക്കൽ ഭാഷാ പദവി നൽകപ്പെട്ട ആദ്യ ഇന്ത്യൻ ഭാഷ. ക്ലിയോപാട്ര ഏത് രാജ്യത്തെ മഹാറാണിയായിരുന്നു? ക്ലിയോപാട്ര ഏത് രാജ്യത്തെ മഹാറാണിയായിരുന്നു? ഈജിപ്ത്. ഈജിപ്തിൻ്റെ മഹാറാണിയായിരുന്നു ക്ലിയോപാട്ര. 1936 സ്ഥാനത്യാഗം ചെയ്ത ബ്രിട്ടീഷ് രാജാവ്. 1936 സ്ഥാനത്യാഗം ചെയ്ത ബ്രിട്ടീഷ് രാജാവ് എഡ്വേർഡ് എട്ടാമൻ. എഡ്വേർഡ് എട്ടാമനാണ് 1936 സ്ഥാനത്യാഗം ചെയ്ത ബ്രിട്ടീഷ് രാജാവ്. 1979 ഏതു സമുദ്രത്തിൽ വെച്ചാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ കൈരളി എന്ന കപ്പൽ കാണാതായത്? 1979 ഏത് സമുദ്രത്തിൽ വെച്ചാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ കൈരളി എന്ന കപ്പൽ കാണാതായത്? ഇന്ത്യൻ മഹാസമുദ്രം. 1979 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ കൈരളി എന്ന കപ്പൽ കാണാതായത്. 1993 മുംബൈ കലാപം അന്വേഷിച്ചത്. 1993 മുംബൈ കലാപം അന്വേഷിച്ചത് ശ്രീകൃഷ്ണ കമ്മീഷൻ. ശ്രീകൃഷ്ണ കമ്മീഷനാണ് 1993 മുംബൈ കലാപം അന്വേഷിച്ചത്. 2018 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആതിഥേയർ. 2018 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആതിഥേയർ റഷ്യ. റഷ്യ ആയിരുന്നു 2018 ലോകകപ്പ് ഫുട്ബോൾ ആതിഥേയർ. 2019 നിലപ്രകാരം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലുള്ള ഭാഷകളുടെ എണ്ണം. 2019 നിലപ്രകാരം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലുള്ള ഭാഷകളുടെ എണ്ണം 22. 2019 നിലപ്രകാരം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ 22 ഭാഷകളാണ് ഉള്ളത്. അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത്. അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് BR അംബേദ്കർ. BR അംബേദ്കറാണ് അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത്. മനുഷ്യനഖം എന്നത് ഡാഷ് ആണ്. മനുഷ്യനഖം എന്നത് പ്രോട്ടീനാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി അയോർട്ട. അയോർട്ടയാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ പേശി. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ പേശി. അനക്കോണ്ട എന്ന ഇനം പാമ്പ് കാണപ്പെടുന്ന വൻകര. അനക്കോണ്ട എന്ന ഇനം പാമ്പ് കാണപ്പെടുന്ന വൻകര തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയിലാണ് അനക്കോണ്ട എന്ന ഇനം പാമ്പ് കാണപ്പെടുന്നത്. അന്ധർക്ക് വേണ്ടിയുള്ള ലിപി കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരൻ. അന്ധർക്ക് വേണ്ടിയുള്ള ലിപി കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരൻ ലൂയി ബ്രെയിൽ. ലൂയി ബ്രെയിലാണ് അന്ധർക്ക് വേണ്ടിയുള്ള ലിപി കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരൻ. അന്യജീവിയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി. അന്യജീവിയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി കുയിൽ. കുയിലാണ് അന്യജീവിയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി. അപകർഷതാബോധം എന്ന സ്വഭാവത്തെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത്. അപകർഷതാബോധം എന്ന സ്വഭാവത്തെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത് ആൽഫ്രഡ് ആഡ്ലർ. ആൽഫ്രഡ് ആഡ്ലറാണ് അപകർഷതാബോധം എന്ന സ്വഭാവത്തെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത്. അബിസീനിയ ഇപ്പോൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? അബിസീനിയ ഇപ്പോൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? എത്യോപ്യ. അബിസീനിയ ഇപ്പോൾ എത്യോപ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഭിധർമ്മ പിടകം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? അഭിധർമ്മ പിടകം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ബുദ്ധതത്വങ്ങളുടെ വിശകലനം. ബുദ്ധതത്വങ്ങളുടെ വിശകലനത്തെക്കുറിച്ചാണ് അഭിധർമ്മ പിടകം പ്രതിപാദിക്കുന്നത്. മയ്യഴിയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സംഘടന.
മയ്യഴിയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സംഘടന മാഹി മഹാജനസഭ. മാഹി മഹാജനസഭയാണ് മയ്യഴിയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സംഘടന. അക്ഷർധാം ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്? അക്ഷർധാം ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. അക്ഷർധാം ക്ഷേത്രം ഗുജറാത്തിലാണ്. മട്ടാഞ്ചേരിയിൽ യഹൂദപ്പള്ളി സ്ഥാപിക്കപ്പെട്ട വർഷം. മട്ടാഞ്ചേരിയിൽ യഹൂദപ്പള്ളി സ്ഥാപിക്കപ്പെട്ട വർഷം 1567. 1567 മട്ടാഞ്ചേരിയിൽ യഹൂദപ്പള്ളി സ്ഥാപിക്കപ്പെട്ടത്. അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി. അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ. ജഹാംഗീറാണ് അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി. അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത്. അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതം. മഹാഭാരതമാണ് അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത്. അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വേലിയേറ്റം അറിയപ്പെടുന്ന പേര്. അമാവാസി പൗർണമി ദിനങ്ങളിൽ ഉണ്ടാകുന്ന വേലിയേറ്റം അറിയപ്പെടുന്ന പേര് സ്പ്രിംഗ് ടൈഡ്. സ്പ്രിംഗ് ടൈഡ് എന്നാണ് അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വേലിയേറ്റം അറിയപ്പെടുന്നത്. മരത്തിൽ ഏറ്റവും വലിയ കൂട് കെട്ടുന്ന പക്ഷി. മരത്തിൽ ഏറ്റവും വലിയ കൂട് കെട്ടുന്ന പക്ഷി ബാൾഡ് ഈഗിൾ. ബാൾഡ് ഈഗിൾ എന്ന പക്ഷിയാണ് മരത്തിലെ ഏറ്റവും വലിയ കൂട് കെട്ടുന്നത്. അരവിന്ദാശ്രമത്തിലെ അമ്മയുടെ യഥാർത്ഥ പേര്. അരവിന്ദാശ്രമത്തിലെ അമ്മയുടെ യഥാർത്ഥ പേര് മീര റിച്ചാർഡ്. മീര റിച്ചാർഡ് എന്നാണ് അരവിന്ദാശ്രമത്തിലെ അമ്മയുടെ യഥാർത്ഥ പേര്. അരവിന്ദ ഘോഷ് രചിച്ച ഇതിഹാസം. അരവിന്ദ ഘോഷ് രചിച്ച ഇതിഹാസം സാവിത്രി. സാവിത്രിയാണ് അരവിന്ദ ഘോഷ് രചിച്ച ഇതിഹാസം. അരവിഡു വംശം സ്ഥാപിച്ചത്. അരവിഡു വംശം സ്ഥാപിച്ചത് തിരുമല നായക്. തിരുമല നായക്കാണ് അരവിഡു വംശം സ്ഥാപിച്ചത്. മരിച്ചവരുടെ കുന്ന് കാണപ്പെടുന്ന സിന്ധു സംസ്കാര കേന്ദ്രം. മരിച്ചവരുടെ കുന്ന് കാണപ്പെടുന്ന സിന്ധു സംസ്കാര കേന്ദ്രം മോഹൻജദാരോ. മോഹൻജദാരോ ആണ് മരിച്ചവരുടെ കുന്ന് കാണപ്പെടുന്ന സിന്ധു സംസ്കാര കേന്ദ്രം. അറബി വ്യാപാരി സുലൈമാൻ്റെ കേരള സന്ദർശനം ഏതു വർഷത്തിൽ? അറബി വ്യാപാരി സുലൈമാൻ്റെ കേരള സന്ദർശനം ഏതു വർഷത്തിലായിരുന്നു? AD 851. AD 851 അറബി വ്യാപാരി സുലൈമാൻ്റെ കേരള സന്ദർശനം. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചതാര്? മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചത് MRB. MRB ആണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചത്. മറാത്ത മാക്യവെല്ലി എന്നറിയപ്പെട്ടത്. മറാത്ത മാക്യവെല്ലി എന്നറിയപ്പെട്ടത് നാന ഫഡ്വിനസ്. നാന ഫഡ്നവിസ് ആണ് മറാത്ത മാക്യവെല്ലി എന്നറിയപ്പെട്ടത്. നാന ഫഡ്നവിസ്. മഴവില്ലിൽ നടുക്ക് കാണുന്ന നിറം. മഴവില്ലിൽ നടുക്ക് കാണുന്ന നിറം പച്ച. പച്ചയാണ് മഴവില്ലിൽ നടുക്ക് കാണപ്പെടുന്ന നിറം. മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന നിറം. മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന നിറം ചുവപ്പ്. ചുവപ്പ് നിറമാണ് മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന നിറം. മഴവില്ലിൽ ഏറ്റവും അകത്തായി കാണപ്പെടുന്ന നിറം. മഴവില്ലിൽ ഏറ്റവും അകത്തായി കാണപ്പെടുന്നത് വയലറ്റ്. വയലറ്റ് നിറമാണ് മഴവില്ലിൽ ഏറ്റവും അകത്തായി കാണപ്പെടുന്ന നിറം. മഹാഭാരതത്തിൻ്റെ അവസാനത്തെ പർവ്വം. മഹാഭാരതത്തിൻ്റെ അവസാനത്തെ പർവ്വം സ്വർഗാരോഹണ പർവ്വം. സ്വർഗാരോഹണ പർവ്വമാണ് മഹാഭാരതത്തിൻ്റെ അവസാനത്തെ പർവ്വം. മഹാഭാരതത്തിലെ ഭീമൻ്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന MTയുടെ കൃതി. മഹാഭാരതത്തിലെ ഭീമൻ്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന MTയുടെ കൃതി രണ്ടാം ഊഴം. രണ്ടാം ഊഴമാണ് മഹാഭാരതത്തിലെ ഭീമൻ്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന MTയുടെ കൃതി. മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടുനിന്നു? മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടുനിന്നു? 18 ദിവസമാണ് മഹാഭാരത യുദ്ധം നീണ്ടുനിന്നത്. മധുര ഏത് നദീതീരത്താണ്? മധുര ഏത് നദീതീരത്താണ്? യമുന. മധുര യമുന നദീ തീരത്താണ്. ആദ്യമായി വിക്ഷേപിച്ച മനുഷ്യനിർമ്മിത ഉപഗ്രഹം. ആദ്യമായി വിക്ഷേപിച്ച മനുഷ്യനിർമ്മിത ഉപഗ്രഹം സ്പുട്നിക്. സ്പുട്നിക് ആണ് ആദ്യമായി വിക്ഷേപിച്ച മനുഷ്യനിർമ്മിത ഉപഗ്രഹം. ഇത്തിമാദ് ഉദ് ദൗളയുടെ ശവകുടീരം നിർമ്മിച്ചത്. ഇത്തിമാദ് ഉദ് ദൗളയുടെ ശവകുടീരം നിർമ്മിച്ചത് നൂർജഹാൻ. നൂർജഹാനാണ് ഇത്തിമാദ് ഉദ് ദൗളയുടെ ശവകുടീരം നിർമ്മിച്ചത്.
ഇന്ത്യ രണ്ടാമത്തെ അണുവിസ്ഫോടനം ഓപ്പറേഷൻ ശക്തി നടത്തിയതെപ്പോൾ? ഇന്ത്യ രണ്ടാമത്തെ അണുവിസ്ഫോടനം നടത്തിയതെപ്പോഴാണ്? 1998 മെയ് 11, 13 ദിവസങ്ങളിൽ. 1998 മെയ് 11, 13 ദിവസങ്ങളിലായിട്ടാണ് ഇന്ത്യ രണ്ടാമത്തെ അണുവിസ്ഫോടനം ഓപ്പറേഷൻ ശക്തി നടത്തിയത്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആൻറ്റി ഷിപ്പ് മിസൈൽ ബ്രഹ്മോസ് ആണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആൻറ്റി ഷിപ്പ് മിസൈൽ. രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്തായിരുന്നു? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം. ഉമിയാം തടാകം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഉമിയാം തടാകം മേഘാലയ സംസ്ഥാനത്താണ്. ഉരകങ്ങളില്ലാത്ത വൻകര അന്റാർട്ടിക്കയാണ് ഉരകങ്ങളില്ലാത്ത വൻകര. ലക്ഷദ്വീപ് ഗ്രൂപ്പിൽപ്പെട്ട ദ്വീപുകളെ മിനിക്കോയ് ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്ന ചാനൽ. 9 ഡിഗ്രി ചാനൽ. 9 ഡിഗ്രി ചാനലാണ് ലക്ഷദ്വീപ് ഗ്രൂപ്പിൽപ്പെട്ട ദ്വീപുകളെ മിനിക്കോയ് ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്ന ചാനൽ. എവിടുത്തെ സിനിമാ വ്യവസായമാണ് ലോളിവുഡ് എന്നറിയപ്പെടുന്നത്? ലാഹോറിലെ സിനിമാ വ്യവസായമാണ് ലോളിവുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിനോദത്തിനായി മറ്റു ജീവികളെ കൊല്ലുന്ന ഏകജീവി മനുഷ്യനാണ് വിനോദത്തിനായി മറ്റു ജീവികളെ കൊല്ലുന്ന ഏകജീവി. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേരുവിവരങ്ങളടങ്ങിയ ബുക്കാണ് റെഡ് ഡാറ്റ ബുക്കാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേരുവിവരങ്ങളടങ്ങിയ ബുക്ക്. ഇന്ത്യ ഇൻ ദി ന്യൂ മില്ലേനിയം എന്ന പുസ്തകം രചിച്ചത് PC അലക്സാണ്ടറാണ് ഇന്ത്യ ഇൻ ദി ന്യൂ മില്ലേനിയം എന്ന പുസ്തകം രചിച്ചത്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത്. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ് മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ്. ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യത്തെ മാസം ജനുവരിയാണ് ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യത്തെ മാസം. ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി എവിടെയാണ്? തിരുവനന്തപുരത്താണ് ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ട്രിപ്പിൾ ആൻറ്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങൾ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് എന്നീ രോഗങ്ങളാണ് ട്രിപ്പിൾ ആൻറ്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങൾ. ബംഗാൾ ഉൾക്കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ബംഗാൾ ഉൾക്കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് ബംഗാൾ ഉൾക്കടൽ. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത്? 7. ഭരണഘടനയുടെ 7ാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത്? ഭരണഘടനയുടെ
എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത്? 42. ഭരണഘടനയുടെ 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത്. ഫ്രാൻസിലെ ഏറ്റവും നീളം കൂടിയ നദി. ഫ്രാൻസിലെ ഏറ്റവും നീളം കൂടിയ നദി ലോയിർ. ലോയിർ നദിയാണ് ഫ്രാൻസിലെ ഏറ്റവും നീളം കൂടിയ നദി. ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച തീയതി. ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച തീയതി 1947 ജൂലൈ 18. 1947 ജൂലൈ 18-നാണ് ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ചത്. ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചതാര്? ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത്. BMW കാർ നിർമ്മിക്കുന്നത് ഏത് രാജ്യത്ത്? BMW കാർ നിർമ്മിക്കുന്നത് ഏത് രാജ്യത്താണ്? ജർമ്മനി. ജർമ്മനിയിലാണ് BMW കാർ നിർമ്മിക്കുന്നത്. ബീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട പദമാണ് ബീമർ. നന്ദനാരുടെ യഥാർത്ഥ പേര്. നന്ദനാരുടെ യഥാർത്ഥ പേര് PC ഗോപാലൻ. PC ഗോപാലൻ എന്നതാണ് നന്ദനാരുടെ യഥാർത്ഥ പേര്. നളചരിതം കിളിപ്പാട്ട് രചിച്ചത്. നളചരിതം കിളിപ്പാട്ട് രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാറാണ് നളചരിതം കിളിപ്പാട്ട് രചിച്ചത്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്നിവയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്നിവയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്നിവയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ. ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ്? ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ്? ഇക്കണോമിക്സ്. ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഇക്കണോമിക്സ് വിഷയത്തിലെ നോബൽ സമ്മാനമാണ്. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം KM ബീനാമോൾ. KM ബീനാമോളാണ് ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.